അപ്പൊ ഞാൻ അപ്പൊ ഇത്ര ഉള്ളു പറയാൻ. മര്യാദയ്ക്ക് പോയി സ്ക്രിപ്റ്റ് പിടിച്ചിട്ടോ. അപ്പോ വെള്ളത്തിനടിയിൽ നിന്ന് പരദൂഷണം പറയാ. അമ്മയ്ക്ക് പറ്റുമെന്ന് ഇല്ല, എന്തെങ്കിലും അതിനെ കുറിച്ച് രണ്ടു പൊക്കി പറയും. ഗർഭത്തിൽ വെച്ച് തന്നെ തുള്ളാൻ തുടങ്ങിയ ആളാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഒക്കെ ഒരു കൂട്ടുകാരനാണ്. അവന്റെ പുത്രനാണ്. ഇതിനെക്കൂടെ സമ്മതിക്കൂല കേട്ടവര്. അത് അലക്കായിരിക്കൂ. പൊന്നു എന്റെ അവന്റെ ഹസ്ബൻഡ് ആരാണെന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുകയാണ്. കരയാനാ. ശരി, ഒരു നീന്തൽ മത്സരത്തിനാണ് നമ്മളിവിടെ സാക്ഷിയാകാൻ പോകുന്നത്. പൊരിഞ്ഞ കരമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിനായിട്ട് എല്ലാത്തിനും നമ്മുടെ സഹജ എങ്ങനെയല്ലേ ആ ആക്ഷൻ പറഞ്ഞാലേ ആരും ചെയ്തു. ഹായ്, ഹലോ. ഇതൊരു കണ്ടന്റ് വീഡിയോ അല്ല, ഇതൊരു വ്ളോഗാണ്. ഞാനപ്പോൾ ഇത്രയും കാലം വീഡിയോ ചെയ്തതിനകത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. എന്തുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നതെന്നുള്ളത് വഴിയേ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ 4-5 വർഷമായിട്ട് ഈ കണ്ടന്റ് വീഡിയോസ് ചെയ്യുമ്പോൾ തൊട്ട് എല്ലാവരും കമൻറ്റിലൂടെയും ഡയറക്റ്റും ഒക്കെ ഒരുപാട് മെസ്സേജ് ചോദിക്കാറുണ്ട്. ശരിക്കും എൻ്റെ പേരെന്താണ്, ചേച്ചിയുടെ വീട് എവിടെയാണ്, ചേച്ചി കല്യാണം കഴിച്ചതാണോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ശരിക്കും ആരാണ്, ചേച്ചിക്ക് എത്ര പിള്ളേരാണ് ഉള്ളത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പം എൻ്റെ കൂടെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ ചേച്ചിയുടെ ആരാണ്, ഒന്ന് പരിചയപ്പെടുത്താവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവസാനമായിട്ടൊരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചിക്ക് ഭയങ്കര അഹങ്കാരമാണ്, എത്ര ചോദിച്ചാലും ചേച്ചി ആരെയും പരിചയപ്പെടുത്തത്തില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ്. ഞങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് വ്ളോഗ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പോൾ എനിക്ക് അഹങ്കാരം എന്ന് പറഞ്ഞോളൂ, ഇവിടെ കമോൺ, ഇവിടെ നിന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളെ ഇവിടത്തുള്ളൂ. ഞങ്ങളപ്പോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഹലോ. അയ്യോ, എന്താ ഞങ്ങളുടെ ഇത്ര ആളെ കണ്ടാ പറമ്പിൽ ഇല വെട്ടാൻ പോയി. അപ്പൊ ഞാൻ കഴിക്കാനായിട്ട് ഒരു വീട്ടിലൂടെ കയറുവാണ്. ഇവിടെ കയറാനുള്ള ഒരേ ഒരു കാരണം ദാ കാണ്. പൊന്നൂസ്, ഒന്നും തോന്നരുത്, വിശന്നിട്ടാ. ഇവര് പറയുക സ്ക്രിപ്റ്റ് ആണെങ്കിൽ അഭിനയിക്കാൻ, ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല എന്നവർക്ക്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ MT സാറിൻ്റെ 2-ാം ഊഴം, ബൈബിള്, IELTS പഠിച്ച ബുക്ക്, ഇതെല്ലാം അടുക്കി വെച്ച് അതിന് മേളിലൊരു ചായക്കപ്പും കമത്തി വെച്ച് അതിൽ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് ഹസ്ബൻഡ് ഒരു മൊബൈൽ സ്റ്റാൻഡ് മേടിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ട്, ഇതിന് ഇങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിലോട്ട്, ഞാൻ എൻ്റെ വീഡിയോ ലൈഫിലോട്ട് ഒരാൾ കടന്നു വന്നു. അതാണ്, ആളുടെ പേരാണ് അലീന എബ്രഹാം. ആളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോളാണ്. എല്ലാവരും ചോദിക്കുന്നത് മോളാണോ എന്ന് ചോദിക്കാറുണ്ട്, സിസ്റ്ററാണോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വകയിൽ പറഞ്ഞ ഒരു നാത്തൂൻ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആൾക്ക് 10 വയസ്സാണ്. അവിടുത്തെ ഇതുപോലെ കൊന്നത്തെങ്ങ് പോലെ വളർന്നിരിക്കണു. ഇനി 2 വാക്ക് എന്നെ കുറിച്ച്. ചേച്ചി പറഞ്ഞ പോലെ 10 വയസ്സുള്ളപ്പോഴേ ചേച്ചി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ നോക്കുമായിരുന്നു. എന്തായി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതും മുടി കിട്ടുന്നതും മേക്കപ്പ് ചെയ്യുന്നതും, ഇതെന്താ ചേച്ചി ഇങ്ങനെ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ, ഡ്രസ്സ് എന്ത് ഡ്രസ്സാ, അതുപോലെ തന്നെ ഡ്രസ്സിനനുസരിച്ച് ചെരുപ്പ്, ഇങ്ങനെ ഞങ്ങൾ നോക്കി എന്താ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ടിക്ടോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ മൂലയിൽ വെച്ചിട്ട് ചാരി വെച്ച് വീഡിയോ ചെയ്യുന്നു. പിന്നെ ചേച്ചി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കുറേ കസിൻസും ടിക്ടോക്കൊക്കെ എടുത്ത് ഞാനും ചെയ്യുമായിരുന്നു ടിക്ടോക്കൊക്കെ. മനസ്സിന് ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചേട്ടനും ചേച്ചിയെക്കാളും. ഇപ്പൊ കരയാനാ അതേ കരയുന്നു. ലൈൻ കട്ട്. വീഡിയോ എടുത്ത കാലം തൊട്ട് പിന്നെ എൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ എല്ലാ ക്യാമറയൊക്കെ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആൾ കൂടെ നടന്ന് എല്ലാ ആംഗിളുകളും പഠിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനൊന്ന് മാറി നിന്നാൽ തന്നെ ആൾക്ക് മനസ്സിലായി എവിടെയാണ് ക്യാമറയുടെ ഇത് വെക്കേണ്ടത്, ആംഗിൾ എങ്ങനെയാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ ചേച്ചി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പം ഷേക്ക് ഉണ്ടാക്കി തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും.
ബിരിയാണി പിന്നെ ചേച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പുറത്ത് കഴിക്കാൻ പോവായിരുന്നു. അപ്പോഴാണ് ഇതൊക്കെ വന്നത്. ഞാനാണ് ഇവിടെ ചീത്തയാക്കിയത്. യെസ്, ഇവർ രണ്ടും എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എല്ലാ കാര്യത്തിനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് പറഞ്ഞു തരാൻ, അല്ലെ അലി നീ കാണിക്കുന്നത് ശരിയല്ല, നീ അത് ചെയ്തത് ശരിയല്ല, നീ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് പറഞ്ഞു തരാനും. ഇപ്പം മനസ്സിനായിട്ടാണ് റിലേഷനെങ്കിലും കൂടുതലും ചോദിക്കുന്നത് ചേച്ചിയുടെ സിസ്റ്ററാണ്. അപ്പം നല്ല മനസ്സിൻ്റെ സിസ്റ്ററാണ്. മനസ്സിൻ്റെ ചേച്ചിയായിട്ട് ഞാൻ അതുപോലെ അറ്റാച്ച്മെൻ്റ് ആണ്. എനിക്ക് ആ വീട്ടിലൊരാളെപ്പോലെ തന്നെയാണ് ഞാൻ. എന്നെ അവർ കാണുന്നതും അതുപോലെ തന്നെയാണ്. ഞാൻ നേഴ്സിങ്ങിന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇവർ രണ്ടുപേരെയാണ്. അതുപോലെ തന്നെ ആക്ടിങ്, ഇവരെല്ലാവരെയും. ഞാൻ അവിടെ നിന്ന് ഇവരുടെ വീഡിയോ കാണുമ്പോൾ എല്ലാ ഹൗസിൽ നിന്ന് കരച്ചില്ല. അപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കും, എന്തിനാ കരയുന്നേ അങ്ങനെ പറഞ്ഞ്. എന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇവരെ വീഡിയോ എടുത്തുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അടുത്ത എൻ്റെ വീഡിയോയിലോട്ട് കടന്നു വന്ന ആളുമായിട്ട് ഏകദേശം ഞങ്ങൾക്കൊരു 10-15 വർഷത്തെ പരിചയമുണ്ട്. ബെസേലിയസ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെയൊക്കെ ഫ്രണ്ടാണ് സിജൻ സാം. അങ്ങനെ അവൻ വഴി അവൻ്റെ ഭാര്യ വന്നു, ആ വഴി അവൻ്റെ ഭാര്യയുടെ ചേച്ചി വന്നു, പിള്ളേർ വന്നു, പിന്നെ മൊത്തത്തിൽ ഫുൾ ഫാമിലി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരാണ് ആ ഫാമിലി. സിജൻ സാമിനെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവൻ വരും, അവനിപ്പോൾ സൗദി അറേബ്യയിലാണ്, ഇവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോൾ അവൻ വരും, അവന് ലീവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്യുക, എല്ലാവരുമായിട്ട് ഒരു ഗ്യാതറിംഗ് ഒക്കെ വിചാരിച്ചത്. അവനെയാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അവൻ്റെ വൈഫാണ് ശാന്തിനി, അവരുടെ ഒരു മോനുള്ളത് ലൂക്ക. ഇവളുടെ ചേച്ചിയാണ് നമ്മുടെ കാർത്തി ചേച്ചി. കാർത്തി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തി എലിസബത്ത്, പക്ഷേ അതേ എന്നുള്ള ഡയലോഗിലാണ് ചേച്ചി ഹിറ്റായിട്ടുള്ളത്. ചേച്ചിയുടെ മോളാണ് ദക്ഷ. ഒരാളും കൂടെ ഉണ്ട് ഇവിടെ പുറകിൽ പൂളുള്ള ഒറ്റ ഒരു കാരണത്തിൽ ചേച്ചി കൊച്ചിനെ ഒഴിവാക്കിയേക്കാണ്, അല്ലെങ്കിൽ എപ്പോഴും വെള്ളത്തിൽ നിന്ന് എടുക്കാനേ നേരം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ചേച്ചി അവനെ മാത്രം ഇവിടെ കൊണ്ടുവന്നില്ല. പിന്നെ ഹസ്ബൻഡ് വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരാണ് ലുലുമാളൊക്കെ സ്വന്തമായിട്ടുള്ള ഫാമിലിയാണ്. ചേട്ടൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്. അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയില്ല, അതിലും സങ്കടമുണ്ട്. ഞങ്ങൾ മിസ് ചെയ്യുന്നു ചേട്ടനെ. ചേച്ചി ഒരു നേഴ്സായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം പിന്നെ ചേച്ചി അങ്ങനെ ജോലിക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ചേച്ചി വെറുതെ ഒന്നുമല്ല ഇരിക്കുന്നത്. ചേച്ചി ഒരു യൂണിക്കോൺ ഇവൻ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഉടമയാണ്. ബ്രാൻഡാണത്, ഞങ്ങൾക്കത് ബ്രാൻഡാണ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഇവൻറ്റ് നടത്തുക, ബ്രൈഡ് ടു ബി, അങ്ങനെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് ഫസ്റ്റ് എൻ്റെ വീഡിയോയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കിനും ഡയലോഗ് ഒന്നും ഇല്ല ചേച്ചി, ചുമ്മാ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഷൂട്ടാണ് ചേച്ചി, ജസ്റ്റ് ഒന്ന് വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പം ഞാനാണെങ്കിൽ ഇതേപോലുള്ള ഒരു സ്റ്റേജിലും കയറിയിട്ടുമില്ല, എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ചുമ്മാ വന്ന് നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡയലോഗ് ഇതൊന്നും എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞു തന്നു, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തീർന്നെന്നാണ് വിചാരിച്ചത്, ഇനി വിളിക്കത്തില്ല എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് എപ്പോഴും വിളിയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും അറിയത്തില്ലാത്ത ഞാൻ ഇവിടം വരെ എത്തിയത് അത് പൊന്നൂൻ്റെ ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പൊന്നു വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഓടി വരും. പൊന്നു എൻ്റെ സീനിയറായിരുന്നു ബെസലിസിലും +2ലും. പക്ഷേ അപ്പം ഞങ്ങൾ തമ്മിൽ അത്ര വലിയ കമ്പനിയൊന്നും അല്ലായിരുന്നു. ഞാൻ സിജനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മഞ്ചേട്ടനും പൊന്നുമായിട്ട് കൂടുതൽ കമ്പനി ആവുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം സിജൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെയും കൂടെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനും ചേച്ചിയും കൂടെ വീഡിയോയിൽ അഭിനയിക്കാൻ വന്നതും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസിൽ അഭിനയിച്ചിട്ടുള്ളൂ പൊന്നുവിൻ്റെ കൂടെ. അതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുതിയ ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് ഈ വീഡിയോയെ പറ്റി ക്യാമറാമാനായിട്ട് വരെ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ വീഡിയോയെ കുറിച്ച് എന്നാ പറയാനുള്ളത്? എനിക്കറിയത്തില്ല. ഹലോ, ഇത് നമ്മളുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ചങ്ക് ഫ്രണ്ട്, അവൻ ശരിക്കും ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ആ ഫംഗ്ഷനിൽ വരാനായിട്ടിരുന്നാണ്. പക്ഷേ അവൻ്റെ അറബി അവന് സർപ്രൈസ് കൊടുത്തോണ്ട് അവന് ലീവ് കൊടുത്തില്ല. അതും കഴിഞ്ഞ് ഇപ്പോഴാണ് അവൻ വരുന്നത്. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുവാണ്. ഇനി കാണാം.
എന്തിയാ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് എന്താ കൊണ്ടുവന്നേ? ഞാനൊരു ചിപ്സിന്റെ ഒരു പാക്കറ്റ്. നമുക്ക് സർപ്രൈസ് ടീഷർട്ട് ഇട്ടോണ്ടാണോ വന്നേ? ഞാൻ ടീഷർട്ട് മാറട്ടാ. പെട്ടെന്നൊരു സുപ്രഭാതത്തില നീ സൗദി അറേബ്യയിലോട്ട് പോവാന്ന് പറഞ്ഞൊരു പെട്ടെന്നൊരു ഞാൻ പോവാണേ പറഞ്ഞ അങ്ങ് ഒറ്റ പോക്ക് പോവായിരുന്നു. അപ്പൊ നിനക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? എന്താ വെച്ചാൽ ഇപ്പൊ കോട്ടയം കുഞ്ഞിനമ്മ മിസ് ചെയ്തോ, അല്ലെങ്കിൽ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരുന്ന, ആഴ്ചയിൽ ഒരു വീഡിയോ എടുക്കാൻ നീ ഓടി വന്നോണ്ടിരുന്ന ജോലി സ്ഥലത്തുനിന്ന്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാ, എന്തൊക്കെ മിസ്സിങ് ഉണ്ടായേ? കോട്ടയം കുഞ്ഞിനാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം കുഞ്ഞിനാമ മാത്രമല്ലോ, നമ്മൾ നേരത്തെ തൊട്ട് ഒരുമിച്ച് പഠിച്ച് 2007 മുതൽ നമ്മൾ തമ്മിൽ കോട്ടയം കുഞ്ഞിനാമയുടെ ഭർത്താവും നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ച് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സ്ട്രാ ഫീലിംഗ് കൂടെ ഉണ്ട് നമ്മൾ നിങ്ങളെ വിട്ടു പോകുന്ന ആ സമയത്ത് എനിക്കുണ്ടായത്. തീർച്ചയായിട്ടും വളരെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് കോട്ടയം കുഞ്ഞിനാമയും ടീമിനെയും എല്ലാവരെയും, നമ്മൾ ആ ടീമിലുള്ള എല്ലാവരെയും. അപ്പോൾ ഇവിടുന്ന് പോയതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളെ അവിടെ ചെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. മുഖം കണ്ടിട്ടും നിങ്ങൾ ആ കുഞ്ഞിനാമയുടെ കൂടെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആളല്ലേ, നല്ല പരിചയമുണ്ടല്ലോ, അങ്ങനെ 2-3 പേര് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ട് സംസാരിച്ച് ഒക്കെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. മുടി വെട്ടാൻ പോയടത്തും ബാർബർ ഷോപ്പിലും. ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ഏതാന്ന് വെച്ചാല് പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ വരുന്ന കെട്ടിയവന് ഓടിച്ചു വിടുന്ന അമ്മായിയമ്മ. ആ വീഡിയോ കണ്ട പല സൗദി അറേബ്യയിലുള്ള പല ആൾക്കാരുടെ ഭാര്യമാരും അയച്ചു കൊടുത്ത വീഡിയോ കണ്ടതിന് ശേഷം അത് കണ്ട ഭർത്താക്കന്മാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അവിടെ സൗദി അറേബ്യയിൽ വെച്ചിട്ട്. അത് വളരെ എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സാധനമൊക്കെ എനിക്ക് സൈഡിൽ നിന്നാണെങ്കിലും കിട്ടി, ഇപ്പോൾ കുഞ്ഞനാമയുടെ പേരിൽ. അത് വളരെ നിങ്ങൾ വലിയ ടീമാണല്ലേ, നിങ്ങൾ വലിയ ആളാണല്ലേ എന്നുള്ളൊരു സാധനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞനാമയുടെ പേരിൽ. അപ്പോൾ അതൊക്കെ അത് കൂടാതെ അതൊന്നുമല്ല വലിയ കാര്യം, നമ്മുടെ ടീമിനെ മിസ് ചെയ്തതാണ് വലിയ കാര്യം. സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോയിലെങ്കിലും ഞാൻ എൻ്റെ ഒരു സൈഡിലെ മുഖമെങ്കിലും മുഖത്തിൻ്റെ സൈഡെങ്കിലും കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ കുഞ്ഞനാമയുടെ വീഡിയോയിൽ. അപ്പോൾ അത് വളരെ മിസ് ചെയ്തിട്ടുണ്ട്. ജോലി സ്ഥലത്തു നിന്നൊക്കെ ഓടി വന്നിട്ട് ഞാൻ വീഡിയോയിലൊക്കെ വന്ന് തല കാണിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അത് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിനെ നമ്മളൊരു ഫാമിലി ആയിരുന്നു. ടീമെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫാമിലി ആയിരുന്നു. നമ്മുടെ ഒരു ടീം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അതൊരു ഫാമിലി ആയിരുന്നു. ഫാമിലിയെ നമ്മൾ ഒരുപാട് മിസ് ചെയ്തു, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഈ പുതിയ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ആ വീഡിയോയിൽ ഞാനും വരേണ്ട ആളാണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അതിപ്പം ഞാനായിരുന്നല്ലോ ആ വീഡിയോയിൽ, ഈ കഥാപാത്രം ഞാനാകേണ്ട ആളായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സങ്കടം തോന്നും, ചെറുതായിട്ട് സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ്. കുറച്ചാളുണ്ട്. നമ്മൾ ഇനിയും മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ ചെറുതായിട്ടൊക്കെ തലയൊക്കെ കാണിക്കും, തലയും കൈയും കാലും ഒക്കെ കാണിക്കും. അതൊക്കെ കണ്ട് ആൾക്കാർ സഹിക്കുക, ക്ഷമിക്കുക, അതാണ്, അത്രേ ഉള്ളൂ. വാ ഇവിടെ വാ. ഇവന്റെ വീട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, പേരൂരാണ്. ഇപ്പൊ ഇതെല്ലാരും വിചാരിക്കും അവർക്ക് ചോക്ലേറ്റ് പയ്യൻ, അങ്ങനെ ഞാൻ വിചാരിക്കില്ല. ഇവൻ കല്യാണം കഴിച്ചു, ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് പറയണ പോലെ. അതെ, ബാ ആ ഒന്നും നമുക്കൊന്നെന്ന് പറയണ പോലെ ആള് 4 മാസം ക്യാരിങ് ആണ്. അയ്യോ 6 മാസമായി. അപ്പൊ അനന്തും അഭിരാമിയും നന്ദൂന്നും അഭിന്നുമാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു മാതൃത്വ എന്ന് പറഞ്ഞ ഒരു ആയുർ കെയർ ക്ലിനിക് ഉണ്ട്. അതും ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. സോഷ്യൽ മീഡിയ കണ്ടു കാണാം. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഇവരെനിക്ക് തന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ അഭിനയിക്കാൻ വരുന്നത് ഒരു പാർട്ടി വീഡിയോയിലായിരുന്നു. പക്ഷേ അതിന് മുമ്പ് മരിച്ചാനായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. ഈ പറഞ്ഞ പോലെ കസിൻ കെവിനും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ ടൈം ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ മരിച്ചാനെ അറിയായിരുന്നു. ആ കമ്പനിയിലാണ് വിളിച്ചപ്പോഴേ ഞാൻ വന്നത്. പിന്നെ വരാനെനിക്ക് മടിയായിരുന്നു സത്യം പറയാൻ. പിന്നെ വന്ന് അന്ന് തൊട്ട് ഞാൻ ആ വീട്ടിലെ എല്ലാ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് അഭിനയിക്കുന്നത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് അത് പോകുന്നത്. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് തുടങ്ങിയ ഒരു റിലേഷനാണ് ഞങ്ങളെല്ലാവരും തമ്മിൽ. അത് ഫ്രണ്ട്സായി, ഫാമിലിയായി, ഇപ്പോൾ ആ ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആയി. ആ സർക്കിൾ ഇങ്ങനെ വളർന്നു. അതിൻ്റെ ഒരു ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ അതിലേക്ക് വന്ന ഒരാളാണ് അഭിരാമി. ഇനിയിപ്പം അഭിരാമിക്ക് പൊക്കി പറയാം ഇല്ല, എന്തെങ്കിലും അതിനെ കുറിച്ച് 2 പൊക്കി പറയും. കുട്ടിക്ക് ഒന്നുമില്ല എന്നെ കുറിച്ച് പൊക്കി പറയാൻ.
അല്ല എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അടുക്കൽ മനുഷ്യനെ പറ്റിയും ചേച്ചിയെ പറ്റിയും എപ്പോഴും പറയുന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പക്ഷേ ഈ സെലിബ്രിറ്റീസ് അങ്ങനെയുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ഈ റീലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നതിൽ ഫസ്റ്റ് ആൾ ചേച്ചി തന്നെയാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ താരജാടയൊന്നും ഫീൽ ചെയ്യാത്ത ഇല്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഇങ്ങനെ ഒരു നല്ല ചേച്ചി, എനിക്കൊരു ചേച്ചിയും ചേട്ടനെയും കിട്ടിയ ഫീൽ ആയിരുന്നു. അങ്ങനെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു, എഴുതിട്ട് പോകും. ഞാൻ ആദ്യം ഇവിടെ കൂളുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം പേടി പിള്ളേരുടെ കാര്യത്തിലായിരുന്നു. പക്ഷെ പിള്ളേരല്ല ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്. ഇതേ കിടക്കണം അതേയൊക്കെ വെള്ളത്തില്. ഹലോ ഗൈസ്, വാശിയേറിയ ഒരു നീന്തൽ മത്സരത്തിനാണ് ഇപ്പൊ ഇവിടെ പോകുന്നത്. ഇതേ നമ്മുടെ അനന്തു, അച്ചു, ബിബി, ആര്യൻ. 1 2 3 സ്റ്റാർട്ട്. ആര്യൻ 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 ആര്യൻ. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ലോകത്തിൽ എല്ലാവരും പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനെയാണ്. ആള് കോട്ടയംകാരനാണ്, കുമാരനെല്ലൂരുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ഈ വീഡിയോയിലോട്ട് വരാനുള്ള കാര്യം, ഞാൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമയിൽ റാണി ചിത്ര മാർത്താണ്ഡത്തിൽ ഞങ്ങൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ന്യൂട്ടൺ എന്നാണ് വിളിക്കുന്നത്. ആൾ ആ സിനിമയിൽ ചെയ്തൊരു ക്യാരക്ടറിൻ്റെ പേരാണ് ന്യൂട്ടൺ. പക്ഷേ നിതിൻ ലൂയിസ് എന്നാണ് വിളിക്കുന്നത്. അല്ലേ, അവൻ്റെ ഒറിജിനൽ നെയിം. പക്ഷേ ലൂയിസ് ഉള്ള അപ്പൻ്റെ പേരിലാണ് ഞങ്ങൾ എപ്പോഴും ലൂയിസേ എന്ന് വിളിക്കുന്നത്. റാണി ചിത്ര മാർത്താണ്ഡം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ആ കടയിൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു പയ്യനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ ഞങ്ങളോട് ഓൾമെഡിൻ്റെ ഓണറാണ്, പിങ്കുച്ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലായിൽ ഒരു ഓൾമെഡിൻ്റെ ഷോപ്പിൽ പോവുക, നിങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അവിടുത്തെ എങ്ങനെയാണ് ആ ചുറ്റുവട്ടം എന്നൊക്കെ ഉള്ളതെന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവനെ കാണുന്നത്. അതിനുശേഷം കോട്ടയത്തോട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആൾ ബസ് കയറിയാൽ വന്നപ്പോൾ ഞങ്ങൾ കാറിനാണ് വന്നപ്പോൾ ഞാൻ ഓക്കെ ഞങ്ങളുടെ കൂടെ പോരെന്ന് പറഞ്ഞു. പോകുന്ന വഴി ഞങ്ങളൊരു ബിരിയാണി കഴിച്ചു. ആ ബിരിയാണി തുടങ്ങിയൊരു ബന്ധമാണ് ദാ ഇവിടെ. നിതിൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ പോലെയാണ്, ഒരു അകൽച്ച പോലെയാണ്. ഇപ്പോൾ കുമാരനെല്ലൂരാണ് എൻ്റെ വീടുമായിട്ട് കുറച്ച് അകലേ ഉള്ളൂ. എപ്പോൾ വിളിച്ചാലും ഓടി വരിക, എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആളുടെ കൂടെ അഭിനയിക്കാനാണെങ്കിലും അല്ലാതെ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാനാണെങ്കിൽ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഇടയ്ക്ക് ഞാൻ ഇവൻ്റെ വീട്ടിലും പോയി അഭിനയിക്കാറുണ്ട്. ഒന്നുമല്ലായിരുന്ന എന്താ പറയുക, എൻ്റെ അമ്മയെ കൊണ്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്, അമ്മച്ചിയെ കൊണ്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഒരു ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും എല്ലാവരും എൻ്റെ പൊന്നു ഞാനില്ല, ഞങ്ങളില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയാം. എല്ലാവരെയും കൊണ്ട് ഞാൻ നിർബന്ധിച്ച് അവരെയും കൂട്ടത്തിൽ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം എപ്പോഴും എന്തിനും എപ്പോഴും ന്യൂട്ട എന്ന് വിളിക്കുമ്പോൾ ഓടി യെസ് ബോസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങി. അതാണോ? കുറെ പേരൊക്കെ പല സ്ഥലത്തും അല്ല, ഇവരെന്നെ വിളിക്കും, ഫോൺ ചെയ്യുമ്പോ പറയേ ഭാര്യ എന്ത് പറയുന്നു, ചേച്ചി എന്ത് പറയുന്നു എന്ന് ചോദിക്കുവാ. എവിടെ ചെന്നാലും ആൾക്കാർ വൈഫ്, ഞാൻ പിന്നെ എല്ലാരോടും പറയാനല്ല വൈഫല്ല ഇതൊക്കെ പറയും. അയ്യോ ആദ്യം പറയട്ടെ, കല്യാണം കഴിച്ചിട്ടില്ല. അത് ഭയങ്കര എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി ഇപ്പോൾ. പിന്നെ ഒരു ഫാമിലി പോലെയാണ്. എക്സ്പെഷ്യലി പറയുകയാണ് മനിച്ചായൻ, കുഞ്ചേച്ചിയുടെ ഹസ്ബൻഡ്. മനിച്ചായൻ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റത്തില്ലാത്ത ചില ആൾക്കാർ. അതാണ് മനിച്ചായനും പൊന്നുചേച്ചി. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ആളും കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കുമാണ് ഞങ്ങൾ തമ്മിൽ കാണുകയും പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ ആ ഒരു ലൊക്കേഷനിലൊക്കെ വെച്ച് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോഴും എനിക്ക് മടിയായിരുന്നു, ഇവർ സിനിമയിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഒരു വീഡിയോയിൽ വിളിച്ചാൽ വരുമോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരാമോ എന്ന് ചോദിച്ച് വിളിച്ചു. പിന്നെ എപ്പോഴും വാ ഒരു ഷോട്ടുണ്ടോ, വാ ഒരു ഭർത്താവാണ്, ഇന്ന് അനിയനാണ്, ഇന്ന് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ്, അല്ലെങ്കിൽ തെങ്ങുകയറ്റക്കാരൻ, എല്ലാത്തിനും റെഡിയാണ്. പിന്നെ ആളെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ വിളിച്ചു.
ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അപ്പച്ചനായിട്ട് അല്ലെങ്കിൽ എൻ്റെ പഴയ കാലം ഞാനൊരു 10ൽ പഠിക്കുന്ന ഒരു കൊച്ച് SLCയുടെ റിസൾട്ട് വരുന്നു, ആ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും ആരുടെ ഡെഡിക്കേഷനാണ് ഞാൻ പറയുന്ന ആള്. ഞാൻ പറഞ്ഞൊരു പാടത്ത് പണി ചെയ്യുന്ന ഒരു അപ്പച്ചനാണ് എൻ്റെ അപ്പനായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന്. അപ്പം തന്നെ ആള് പോയിട്ട് ഏതോ തെങ്ങിൻ്റെ ഓലയുടെ പാളയൊക്കെ പറിച്ചുകൊണ്ട് ഞാൻ വരുമ്പോൾ വീട്ടിലോട്ട് ഇങ്ങനെ മറ്റേ കല്യാണരാമലിൽ പുറകിൽ സാധനങ്ങളൊക്കെ ഇരിക്കണം ഭയങ്കര പാളയൊക്കെ വെച്ച് കെട്ടി വീട്ടിൽ വന്നു. യൂട്യൂബ് നോക്കി പാള, തലയിൽ വെക്കുന്ന പാള, അങ്ങനെ എന്താണ് അന്നത്തെ കാലത്ത് അവരെന്താണോ പാടത്ത് യൂസ് ചെയ്തുകൊണ്ട് അതേപോലെ ഒരു ക്യാരക്ടർ പിടിച്ച് എപ്പോഴും എന്നെ വിളിച്ചിട്ട് ചോദിക്കാം. അപ്പം അല്ലെങ്കിൽ കാര്യമായിട്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നത്, ഇപ്പോൾ ഇവരുടെ താടി എടുക്കണമെങ്കിൽ തന്നെ എന്നെ വിളിച്ച് ചോദിക്കും, പൊന്നു എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ ചേച്ചി, ഞാൻ താടി പഠിച്ചോട്ടെ അല്ലെങ്കിൽ മുടി ഒന്ന് മുറിച്ചോട്ടെ, അങ്ങനെ വിളിച്ച് അത്രയും കാര്യമായിട്ട് അത്രയും ക്യാരക്ടറിനോട് ഭയങ്കര നീതി പുലർത്തുന്ന ഒരാളാണ്. ശരിയ നീന്തലിന് ശേഷം എത്ര നേരം മുങ്ങിക്കിടക്കാൻ പറ്റുമെന്ന് ആണ് അടുത്ത മത്സരം വരുന്നത്. എല്ലാവരും നന്നായിട്ട് മുങ്ങുന്നവരാണോ എനിക്കറിയാതുകൊണ്ട് മുങ്ങും അവര്. നമുക്ക് എന്തായാലും നോക്കാം. 3 സ്റ്റാർട്ട്. അനന്തു ഒന്നുമില്ല, പൊക്കോളടുത്ത് അവൻ വരെ കിടക്കുന്നു. ഇതെല്ലാം സോണി ചേട്ടൻ ഔട്ട്. നീയൊക്കെ എഴുതി നോക്കിയേ. ഓ കൊച്ച അത്രയും പിടിച്ചു വന്നു കേട്ടോ. ബെൽഡൻ ബിബി പോയി, അവൻ പോയി. അവനോട് പറ, അവനോട് ഉറങ്ങാതെ വരാൻ പറ. ഇദ്ദേഹമാണ് നമ്മളുടെ ഇപ്പൊ പോയ അനന്തു സന്തോഷിന്റെ അനിയനായിട്ടുള്ള അച്ചു സന്തോഷ്. ഇതേ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വരുന്നത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോഴേക്കും ബാത്റൂമിന്റെ ഇത് വാതിൽ തുറന്നു പോണ വീഡിയോയില് അതിലാണ് ആദ്യമായിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെ എന്താണ് കോട്ടയം കുഞ്ഞിനാമ്മയുടെ പാർട്ടാവുന്നത്. പിന്നെ ഓരോ വീടുകൾ നമ്മൾ വീഡിയോ ചെയ്യുമല്ലോ, അപ്പോൾ ഇവരുടെ വീട് ഞാൻ വീഡിയോ ചെയ്യും. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും ചെയ്തു തരുന്നത് അച്ചു സന്തോഷാണ്. പിന്നെ ലാസ്റ്റ് ഒരു ഇൻഷുറൻസിൻ്റെ വീഡിയോയിലും കൂടെയാണ് നമ്മൾ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. എന്താണ് കോട്ടയം കുഞ്ഞിനാമ്മയുടെ വീഡിയോയിൽ അഭിനയിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. അയ്യോ ലൈൻ കട്ട് ഇറക്കി വിടും, ഇവരാരെ കയറ്റി വിട്ടെ. ഇവിടെ പൊക്കി പറയണം എന്നെ കുറിച്ച്. നല്ലാണ് ചേച്ചി, നല്ലാണ് ചേച്ചി പറഞ്ഞ് അഭിനയിപ്പിച്ചു തരും. കാണപ്പെട്ട ദൈവമാണ് ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഓക്കെ, ബേസിക്കലി ഐ എം ഇൻട്രോവേർട്ട്. പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ ആദ്യം ഇവർ വിളിച്ചോണ്ട് പോയി. അപ്പോഴത്തേക്കും എനിക്കായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം. പുള്ളിനെയാണ് ഇവർ വിളിച്ചോണ്ട് പോയത്. പിന്നെ രണ്ടാമത് എന്നെ ഒന്ന് വിളിച്ച്. ആദ്യം ഞാൻ ഈ ഷോർട്ട് ഫിലിമിലേക്കൊക്കെ വരുന്നത് ഇവർ കാരണമാണ്. പിന്നെ നൈസായിരുന്നു, ഇവർ അടിപൊളിയായിരുന്നു. അപ്പൊ ഇത്ര ഉള്ളു പറയാൻ. മര്യാദയ്ക്ക് സ്ക്രിപ്റ്റ് പിടിച്ചിട്ടോ. അപ്പോ അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഇതല്ല ചേച്ചിയുടെ ഭർത്താവ്, ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. റാണി ചിത്ര മാർത്താണ്ഡം എന്നുള്ള സിനിമ ചെയ്ത സമയത്ത് ആക്ടിങ് വർക്ക്ഷോപ്പിൽ വെച്ചും കൂടെ സിനിമയിലും അഭിനയിച്ച് അങ്ങനെ കമ്പനി ആവുകയും ഞാൻ ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ കൂടെ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ പോരുകയും ചെയ്ത എല്ലാവരും സംശയിക്കുന്ന എൻ്റെ ഭർത്താവ്. ഇനി വരുന്ന സിനിമയിലെ ഭാവി വാഗ്ദാനം, ഭാവി ബിജു മേനോനാണ് ഇദ്ദേഹം. അപ്പോൾ ഇതാണ് സോണിച്ചേട്ടൻ. സോണിച്ചേട്ടൻ്റെ വീടും കോട്ടയമാണ്, ഏറ്റുമാനൂരാണ് സോണിച്ചേട്ടൻ്റെ സ്വദേശം. അപ്പോൾ എന്ത് വീഡിയോ ഉണ്ടെങ്കിലും ചേട്ടാ ഒരു റോളുണ്ട് ഓടി വരാമോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ എന്നെ ഏത് രാത്രി വിളിച്ചാലും ഒന്ന് വിളിച്ചാൽ നാളെ രാവിലെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ആ കാര്യത്തിൽ. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇതാണ് ചേച്ചിയുടെ ഭർത്താവ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ ഇറങ്ങിയാൽ ആരും ചോദിച്ചാലും ചേച്ചി എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചാണ് എല്ലാവരും വന്ന് സംസാരിക്കാറും. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഞങ്ങളൊരു സിനിമ വഴിയാണ് കണ്ടുമുട്ടിയെങ്കിലും ഇപ്പോൾ ഒരുപാട് എൻ്റെ വീഡിയോയുടെ കുറേ ഭാഗമാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ അധോലോകമായ എറണാകുളത്തോട്ട് ആള് ഷിഫ്റ്റായി. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സെലിബ്രിറ്റി ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല റോളുകൾ വരും, നല്ല റോളുകൾ നല്ല ഇങ്ങനെ മികച്ചമായ റോളുകൾ വരുമ്പോഴേക്കും ഞങ്ങൾ എറണാകുളത്തോട്ട് ഒരു കോൾ ചെല്ലും, നാളെ ഒരു ഷൂട്ടുണ്ട് വേഗം വരണം എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ.
വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ആ ഒരു നിങ്ങളുടെ ഒരു ടീമുമായിട്ട് നിങ്ങളുടെ ആ ഒരു മേക്കിംഗ് രീതി, നമുക്ക് തരുന്ന ഒരു ഫ്രീഡം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ കംഫർട്ടാണ്. അതുകൊണ്ടാണ് വിളിക്കുമ്പോഴെല്ലാം ഓടി വരുന്നത്, അല്ലെങ്കിൽ വരില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ അഭിനയിച്ചിട്ട് എന്തൊക്കെ രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, അതാ ഞാൻ അല്ല, അത് പറഞ്ഞത്. എറണാകുളത്ത് വെച്ചുണ്ടായ സംഭവം പറ. ഏതാ മറ്റേ പോലീസ് പിടിച്ചോ? അതിപ്പോ പറയണം. പറയണം. അതൊക്കെ വലിയ അവാർഡ് കിട്ടിയ കാര്യങ്ങൾ. അല്ല, അതൊരു തവണ സിഗരറ്റ് വലി ശരിയാ. അതൊരു തവണ ഞാൻ എന്തോ ഒരു ടെൻഷൻ വന്നപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുമായിരുന്നു. നമ്മുടെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്നുണ്ട്. അപ്പം പിങ്ക് പോലീസ് കൊണ്ടുപോയി വണ്ടി നിർത്തി. പോലീസ് വണ്ടി നിർത്തിയിട്ട് പേരെഴുതിയെടുത്തു. മരട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫൈൻ അടച്ചോളാൻ പറഞ്ഞു. അപ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന പോലീസ്, പിങ്ക് പോലീസിലെ പുള്ളിക്കാരിക്ക് നിങ്ങൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് തന്നെ പോലീസ് പിടിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെനിക്ക് നല്ല പരിചയമുണ്ട്, നിങ്ങൾ ആ വീഡിയോയിലൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ട ആളാണോ നിങ്ങൾ ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നതെന്നൊക്കെ ചോദിച്ച് എന്നോട് പറഞ്ഞു, ഇത് ലാസ്റ്റ് ചാൻസ് തരാം, ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അന്ന് ഒരു 500 രൂപ ലാഭിച്ചു. വീഡിയോയിൽ അഭിനയിച്ചിട്ട് ഒരു 500 രൂപ എന്നെ കൊണ്ട് ലാഭം ഉണ്ടായി. ഇറക്ക് എല്ലാവരും എന്നെ കുഞ്ഞന്നാമ്മ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും എൻ്റെ വീഡിയോയിലുള്ള ഒരു പ്രായമായ ഒരു അമ്മച്ചി, ചട്ടയും മുണ്ടുവിട്ട അമ്മച്ചി, അതൊരു വെറുതെ സാങ്കല്പിക കഥാപാത്രം മാത്രമല്ല. എൻ്റെ പേരിലുള്ള പൊന്നു അന്ന എന്ന് പറയുന്ന ആ അന്നയാണ് കുഞ്ഞന്നാമ്മ. എൻ്റെ പപ്പയുടെ അമ്മച്ചിയാണ്. ഏകദേശം എനിക്ക് 15 വയസ്സും അമ്മയ്ക്ക് ഏകദേശം 70-75 വയസ്സുള്ളപ്പോൾ അമ്മ പഠിച്ച ശീലങ്ങൾ എൻ്റെയും, ഞാൻ ആ 15 വർഷം വരെ ഞാൻ പഠിച്ച ശീലം അമ്മേനെ പഠിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വഴക്കൂടുകയും അടിവെക്കുകയൊക്കെ ചെയ്തു. അവസാന നിമിഷത്തിൽ അമ്മയെ ഒരുപാട് കരുതാനൊക്കെ എനിക്ക് പറ്റി. അത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. എൻ്റെ മമ്മിയെ പോലെ തന്നെ എനിക്ക് വളരെയധികം മിസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോകളിലൂടെ അമ്മ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോയിലാണെങ്കിലും ഒരുപാട് ഇത് പറഞ്ഞാൽ ഒരുപാട് നന്മയുള്ളൊരു അമ്മച്ചിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ജനഹൃദയത്തിൽ പപ്പയുടെ അമ്മ ഇപ്പോഴും നന്നായിട്ട് തന്നെ ജീവിക്കുന്നു. എനിക്കങ്ങനെ ആ അമ്മച്ചിയെ ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിലൂടെ കാണിക്കാൻ സാധിക്കുന്നതിലും ഞാൻ ഒരുപാട് ഒരു കൊച്ചുമോൾ എന്ന നിലയിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് ആ കാര്യത്തിൽ. അവിടെ